നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വരുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്. ഈ വിഷമങ്ങളിൽ നിന്നും എപ്പോൾ എങ്ങനെ പുറത്തു കടക്കാൻ കഴിയും എന്നാലോചിച്ച് വിലപിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ യഥാർത്ഥ സ്വരൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ വിഷമങ്ങൾ നമ്മെ വല്ലാതെ അലട്ടുകയില്ല. ഇതും കടന്നു പോകും എന്ന തിരിച്ചറിവ് നമ്മളിൽ ഉണരും. പണ്ടൊരിക്കൽ മനോഹരമായ ഒരു കാട്ടിൽ ഒരു മുയലും ആമയും ജീവിച്ചിരുന്നു. മുയലിൻ്റെ പേര് ത്വരിത എന്നായിരുന്നു. ത്വരിത എന്ന് പറഞ്ഞാൽ വേഗം അല്ലെങ്കിൽ വേഗതയുള്ളത് എന്നാണ് അർത്ഥം. ഈ മുയലിൻ്റെ സ്വതസിദ്ധമായ ചടുലതയെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആമയുടെ പേര് മന്ത് എന്നായിരുന്നു. മന്ത് എന്നാൽ മന്ദഗതിയിലുള്ളത് എന്നാണ് അർത്ഥമാകുന്നത്. ജീവിതത്തോടുള്ള ആമയുടെ സമീപനത്തെ സൂചിപ്പിക്കുന്നു ഈ പേര്. ഇവർ തമ്മിലുള്ള തർക്കം ആരാണ് വലുത് എന്നായിരുന്നു. ആർക്കാണ് കൂടുതൽ കഴിവുള്ളത് എന്നതിനെക്കുറിച്ചായിരുന്നു. ത്വരിത പറഞ്ഞു, ജീവിതത്തെ ശരിയായ രീതിയിൽ അറിയുന്നത് ഞാനാണ്. പലയിടത്തും എനിക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കാറുണ്ട്. അവിശ്വസനീയമായ വേഗതയാണ് എനിക്കുള്ളത്. മറ്റ് മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ എനിക്ക് പേടിയില്ല, കാരണം എനിക്ക് ഓടി രക്ഷപ്പെടാൻ കഴിയും. അതെനിക്ക് നല്ല ബോധ്യമുണ്ട്. പോകുന്ന വഴിയിലുള്ള ഒബ്സ്റ്റക്കിൾസ്, അതായത് പ്രതിബന്ധങ്ങളെ എനിക്ക് തരണം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല. സമയം ഒട്ടും പാഴാക്കാതെ എൻ്റെ കാര്യങ്ങൾ സമയത്തിനുള്ളിൽ ഞാൻ ചെയ്തു തീർക്കാറുണ്ട്. എൻ്റെ ശക്തി അപാരമാണ്. ശരിക്കു പറഞ്ഞാൽ നമ്മൾ തർക്കിക്കാൻ പോലും പാടില്ല. എന്നോട് തർക്കിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. ആമ പറഞ്ഞു, നീ ഇത്രയും സംസാരിക്കാൻ കാരണം നിനക്ക് മൈൻഡ്ഫുൾനെസ് എന്താണ് എന്ന് അറിയാത്തത് കൊണ്ട് മാത്രമാണ്. മൈൻഡ്ഫുൾനെസ് എന്നാൽ പൂർണ്ണമായ ശ്രദ്ധയാണ്, എല്ലാം അറിയലാണ്. നിൻ്റെ ഈ ഓട്ടപ്പാച്ചിലിൽ നീ ഒന്നും അറിയുന്നില്ല. ഒരു വെപ്രാള ജീവിതമാണ് നിൻ്റേത്. മുമ്പോട്ടുള്ള കുതിപ്പാണ് ഏത് സമയവും. നീ എന്നെ നോക്കി പഠിക്ക്. എനിക്ക് ഒന്നിലും ഒരു തിരക്കുമില്ല. ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ഓരോ സ്ഥലവും അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് നീങ്ങുന്നത്. നീ ഇത്രയും ഓടി, എന്നിട്ട് എന്തുണ്ടായി? ഞാൻ നിൽക്കുന്ന അതേ സ്ഥാനത്തല്ലേ നീയും ഇപ്പോൾ ഉള്ളത്? ഓടി ഓടി നീ എൻ്റെ മുമ്പിലല്ലേ എത്തിയിട്ടുള്ളൂ. എൻ്റെ മുമ്പിൽ നീ ഗീർവാണം മുഴക്കിക്കൊണ്ട് പറയുന്നു എനിക്ക് ഓടാൻ എളുപ്പമാണ് എന്ന്. എനിക്ക് മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ എവിടേക്കും ഓടേണ്ടതില്ല. എന്നെ രക്ഷിക്കാൻ എൻ്റെ ഈ ചിരട്ട പോലുള്ള തോട് മാത്രം മതി. എൻ്റെ തലയും കാലും ഞാൻ പിറകോട്ട് വലിച്ചാൽ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, നിന്നേക്കാൾ എത്രയോ കൂടുതൽ കഴിവ് എനിക്ക് തന്നെയാണ്. ഇവരുടെ തർക്കം കേട്ട് ഒരു തത്ത പറന്നു വന്നു. നീ ആരാ? തത്തയോട് ഇവർ ചോദിച്ചു. തത്ത പറഞ്ഞു, എൻ്റെ പേര് ആകാശ് എന്നാണ്. ആകാശ് എന്ന് പറഞ്ഞാൽ സ്കൈ. തത്ത ചോദിച്ചു, നിങ്ങൾക്ക് ഓടുന്നതിനെക്കുറിച്ചും ചാടുന്നതിനെക്കുറിച്ചും മാത്രമല്ലേ പറയാനുള്ളൂ? ആകാശം മുഴുവൻ പറന്നു ചുറ്റുന്ന എൻ്റെ മുമ്പിൽ നിങ്ങൾ രണ്ടുപേരും ഒന്നുമല്ല, ആരുമല്ല. എൻ്റെ ചുണ്ടും നിറവും സൗന്ദര്യവും കണ്ട് എല്ലാവരും അസൂയപ്പെടാറുണ്ട്. പല പല ശബ്ദങ്ങൾ അനുകരിക്കാനുള്ള എൻ്റെ അസാധാരണമായ കഴിവിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ ശബ്ദത്തിലൂടെയും ശരീരഭാഷയിലൂടെയും മനുഷ്യനുമായി വ്യക്തമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് മറ്റാർക്കുമില്ല. അതുകൊണ്ട് എൻ്റെ മിടുക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്കുമില്ല. ഈ 3 പേരുടെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന വൃക്ഷം പെട്ടെന്ന് ഇടപെട്ടു. എൻ്റെ പേര് സ്ഥിർ എന്നാണ് എന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. സ്ഥിർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ളത് അല്ലെങ്കിൽ ഉറച്ച അവസ്ഥയിലുള്ളത് എന്നർത്ഥം. സ്റ്റേബിൾ ഓർ ഫേം. ഭൂമിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാനൊരു 100 അടി ഉയരത്തിൽ വളരും. ഈ പ്രകൃതിയിലുള്ള എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണ്, വൃക്ഷം പറഞ്ഞു. മഴയായാലും വെയിലായാലും എനിക്കൊരുപോലെയാണ്. കൊടും കാറ്റായാലും ചൂടായാലും തണുപ്പായാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. വേനൽക്കാലത്ത് ഇതിലൂടെ വഴി നടന്നു പോകുന്നവർക്ക് ഞാനാണ് തണൽ കൊടുക്കാറുള്ളത്. പക്ഷേ തിരിച്ച് അവരോട് ഒന്നും തന്നെ ഞാൻ ചോദിക്കാറില്ല. കാലാവസ്ഥ മാറി വരുമ്പോൾ ഞാൻ പൂക്കാറുണ്ട്, പഴങ്ങൾ കൊഴിയിക്കാറുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവരും മനുഷ്യരും അത് കഴിച്ച് ആനന്ദിക്കുന്നത് ഞാൻ കാണാറുണ്ട്. നല്ല പഴുപ്പാകുമ്പോൾ പഴം താഴേക്കിടാം എന്ന് വിചാരിച്ചാൽ അതിനു മുമ്പ് കുസൃതിക്കുട്ടികൾ വന്ന് എന്നെ കല്ലെറിയുകയും വേദനിപ്പിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അവരോടും എനിക്ക് ഒരു പരാതിയുമില്ല. ചിലപ്പോൾ സർക്കാർ തലത്തിലുള്ള ആളുകൾ വന്ന് നമ്മെ ഒന്നടങ്കം മുറിച്ചു മാറ്റാറുണ്ട്. അതിലും ഞങ്ങൾക്ക് പരാതിയില്ല. സഹിഷ്ണുത യഥാർത്ഥത്തിൽ ഞങ്ങൾക്കാണുള്ളത്. ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയതിൽ ഞങ്ങൾക്ക് ഒരു വിഷമവും ഇന്നുവരെ തോന്നിയിട്ടില്ല. ഞങ്ങൾക്കെല്ലാം അറിയാം, എന്നാലും പ്രതികരിക്കാറില്ല. പ്രതികരിച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് എന്ന് ഇതുവരെ തോന്നിയിട്ടുമില്ല. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലുള്ളവർ കാര്യങ്ങളൊന്നും അറിയാതെ അഹങ്കരിച്ചുകൊണ്ട് ഇങ്ങനെ മത്സരബുദ്ധിയോടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നാറുണ്ട്. നിങ്ങൾ നിലനിൽക്കുന്നത് ഞങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്നറിയുക. ഞങ്ങളെപ്പോലുള്ളവരാണ് മനുഷ്യരാശിയെയും മൃഗങ്ങളെയും പക്ഷികളെയും നിലനിർത്തുന്നത്. നിങ്ങളെ നിലനിർത്തുന്നത് ഞങ്ങളാണെങ്കിൽ ഞങ്ങളെ നിലനിർത്തുന്നത് ഈ ഭൂമിയാണ്. ഈ ഭൂമിയിൽ വേരുറച്ചാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഭൂമി ഞങ്ങളോട് ഒരു കണക്കും പറയാറില്ല. കാരണം ഞങ്ങളും ഭൂമിയും ഒന്നാണ്. അതുകൊണ്ട് തന്നെ
ഈ ഭൂമിയോട് ഞങ്ങൾക്ക് എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഞങ്ങൾക്ക് കരുണയാണുള്ളത്. വൃക്ഷം പറഞ്ഞു, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. നിങ്ങളിൽ ഞങ്ങളുണ്ട്. പതറാതിയിരിക്കുന്ന നിങ്ങളുടെ മനസ്സ് ഞങ്ങളാണ്. സ്ഥിരോത്സാഹവും ആത്മവിശ്വാസവും ഞങ്ങളാണ്. ഏത് സമയവും നിങ്ങളുടെ ജീവൻ നിലനിർത്തിക്കൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സ്രോതസ്സ് ഞങ്ങൾ തന്നെയാണ്. 3 പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് വൃക്ഷം പറഞ്ഞു, ഐ ആം ദ സ്റ്റെബിലിറ്റി ഇൻ യു. നിങ്ങളിലെ സ്ഥിരതയാണ് ഞാൻ. ഐ ആം ദ സ്റ്റിൽനെസ് ഇൻ യു. നിങ്ങളിലെ ശാന്തതയാണ് ഞാൻ. ഐ ആം ദ പ്രസൻസ് ഇൻ യു. നിങ്ങളിലെ സാന്നിധ്യമാണ് ഞാൻ. ഐ ആം ദ ക്വയറ്റ്നെസ് ഇൻ യു. നിങ്ങളിലെ നിശബ്ദതയാണ് ഞാൻ. ഐ ആം ദി അവെയർനെസ് ഇൻ യു. നിങ്ങളിലെ ബോധമാണ് ഞാൻ. വൃക്ഷം ഇവരോട് സംസാരിച്ച പോലെ നമ്മുടെ ഉള്ളിലും ഇങ്ങനെ ഒരവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നന്ന്. ആ അവസ്ഥയിൽ നമുക്ക് മൈൻഡ്ഫുള്ളാകാൻ കഴിയും. സ്ഥിരതയോടെ എല്ലാം അറിയാൻ കഴിയും. മാറി മറിയുന്ന ചിന്തകളെയും ഓർമ്മകളെയും നോക്കിക്കാണുന്ന സ്ഥിരപ്രജ്ഞ, അതാണ് ഞാൻ. ശ്വാസോച്ഛ്വാസത്തെ പൂർണ്ണ ശ്രദ്ധയോടെ അറിയാൻ കഴിയുന്ന ബോധമാണ് ഞാൻ. ആ നിശബ്ദതയാണ് ഞാൻ. ആ സാന്നിധ്യമാണ് ഞാൻ. ഈ സത്യം നമ്മുടെ ഉള്ളിൽ തെളിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന മറ്റു ബുദ്ധിമുട്ടുകൾ താനെ വഴിമാറിക്കൊടുക്കും. എല്ലാം ശ്രദ്ധിക്കുന്ന ബോധമായി നമുക്ക് നിലകൊള്ളാൻ സാധിക്കും. അങ്ങനെ നിൽക്കുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ തുള്ളിച്ചാടില്ല. ദുഃഖം കൊണ്ട് നമ്മൾ വിഷാദത്തിലേക്ക് വഴുതി വീഴുകയുമില്ല. ഭൂമിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ മരം പോലെ നമുക്ക് ജീവിത സാഹചര്യങ്ങളെ നേരിടാൻ കഴിയും. അഹങ്കാരമില്ലാത്ത ഗർവോടെ, ധീരതയോടെ, മനസ്സിനെ പിന്തുണയ്ക്കുന്ന ശാന്തതയോടെ, മങ്ങാത്ത ആനന്ദത്തോടെ നമുക്ക് നിൽക്കാൻ സാധിക്കും. നന്ദി, നമസ്കാരം.